ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഡിസൈൻ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ലിൻസിയോസ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഫോട്ടോഷോപ്പിൽ എസെൻഷ്യൽ വർക്ക് സ്പേസ് എങ്ങനെയാണ് റീസെറ്റ് ചെയ്യുന്നതെന്നാണ്. ഈ ഒരു വീഡിയോ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ഫോട്ടോഷോപ്പിനകത്ത് ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾക്കാണ്. ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ടൂൾ ബാറോ അല്ലെങ്കിൽ പാനൽ മെനൂസ് ഒക്കെ ചില സമയങ്ങളിൽ കാണാൻ കഴിഞ്ഞെന്ന് വരില്ല. അതായത് നമ്മൾ ഫോട്ടോഷോപ്പ് പഠിക്കുന്ന സമയത്ത് ഈ ഒരു ടൂൾ ബാറിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് അബദ്ധത്തിലൊക്കെ ഇത് ക്ലോസ് ആയി പോകാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പാനൽ മെനൂസ് ഒക്കെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് അറിയാതെ ക്ലോസ് ആയി പോകാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഈ ഒരു ടൂൾ ബാറോ അല്ലെങ്കിൽ പാനൽ മെനു അല്ലെങ്കിൽ മറ്റേതെങ്കിലും ടാബുകളൊക്കെ ഇതുപോലെ ക്ലോസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് റീസെറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതായത് ഫോട്ടോഷോപ്പിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാത്ത ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക്. അപ്പോൾ ഇത്തരത്തിലെ ടാബുകളൊക്കെ മിസ്സിംഗ് ആവുന്ന സമയത്ത് നമ്മൾ ഫോട്ടോഷോപ്പ് ആദ്യം തന്നെ ക്ലോസ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് നോക്കാറുണ്ട്. എന്നാലും ആ ഒരു ടാബുകളൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. നമുക്ക് ഈ ഒരു പാനൽസ് കിട്ടാതെ വരുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ ഈ ഒരു ഫോട്ടോഷോപ്പ് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് റീഇൻസ്റ്റാൾ ചെയ്യുന്ന സന്ദർഭം വരെ വന്നിട്ടുണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഫോട്ടോഷോപ്പിനുള്ള പാനൽസ് അല്ലെങ്കിൽ ടൂൾ ബാർസ് ഒക്കെ റീസെറ്റ് ചെയ്ത് നമുക്ക് നോക്കാം. നമുക്കിവിടെ വിൻഡോയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വർക്ക് സ്പേസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാവുന്നതാണ്. ഈ ഒരു വർക്ക് സ്പേസിനകത്ത് എസെൻഷ്യൽ എന്നുള്ള വർക്ക് സ്പേസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ഒരു എസെൻഷ്യൽ ആണ് ഡീഫോൾട്ടായിട്ട് തന്നെ വരുന്നത്. അപ്പോൾ ഇതിന് നേരെ താഴേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ റീസെറ്റ് എസെൻഷ്യൽ എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാവുന്നതാണ്. നമുക്ക് ഇവിടുന്ന് റീസെറ്റ് സെലക്ട് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം ടൂൾ ബാർ അതുപോലെ തന്നെ പാനൽ മെനൂസ് എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ടൂൾ ബാറോ അല്ലെങ്കിൽ പാനൽ മെനൂസ് ഒക്കെ നഷ്ടപ്പെടുന്ന ഒരു സന്ദർഭത്തിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ വർക്ക് സ്പേസ് റീസെറ്റ് ചെയ്തുകൊണ്ട് അത് റിക്കവർ ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എൻ്റെ എല്ലാ ഡിസൈനർ സുഹൃത്തുക്കൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ കമൻസ് കൂടി രേഖപ്പെടുത്തുക. ഒപ്പം ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പമുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്ത് വെക്കുക.